എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ്റെ സൂപ്പർ 8 സാധ്യതകൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവർ ഒന്ന് കയറി കാണുക. സോ ഇപ്പോഴെത്തിയിട്ടുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ 8 സാധ്യതകൾ എന്തൊക്കെ? സമഗ്ര വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. 2022 ICC മെൻസ് T20 വേൾഡ് കപ്പിലെ കലാശ പോരാട്ടത്തിൽ പാകിസ്ഥാനെ തകർത്ത് കിരീടമുയർത്തിയ ജോസ് ബട്ട്ലറുടെ സംഘം പക്ഷേ ഇത്തവണ സൂപ്പർ 8 കടക്കുമോ പോലും സൂപ്പർ 8 കടക്കുമോ എന്ന് പോലും അറിയാത്തൊരു നിലയിൽ തന്നെയാണ്. ഗ്രൂപ്പ് ബിയിലാണ് ഇത്തവണ ഇംഗ്ലണ്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓസ്ട്രേലിയയും സ്കോട്ട്ലാൻഡും നമീബിയയും ഒമാനുമാണ് ഇംഗ്ലണ്ടിനെ കൂടാതെ ഗ്രൂപ്പ് ബിയിലെ മറ്റു ടീമുകൾ. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലാൻഡുമായിട്ടുള്ള ലീഗിലെ ആദ്യ പോരാട്ടം മഴ മൂലം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ നിന്ന് ഒരു പോയിന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് അവർ തോറ്റിട്ടുണ്ടായിരുന്നു. സോ ഇനി അവർക്ക് അവശേഷിക്കുന്ന 2 മത്സരങ്ങൾ വേഴ്സസ് നമീബിയ ആൻഡ് വേഴ്സസ് ഒമാൻ. ഈ 2 മത്സരങ്ങളും വിജയിച്ചാൽ അവർക്ക് ഏതാണ്ട് കുറച്ച് സാധ്യതകൾ വർദ്ധിപ്പിക്കാം. നിലവിൽ നേരിയ സാധ്യതകൾ മാത്രമാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചുള്ളത്. നിലവിൽ ഗ്രൂപ്പ് ബിയിലെ പൊസിഷൻ ഓസ്ട്രേലിയയാണ് ഒന്നാം സ്ഥാനത്ത് 3 മത്സരങ്ങളിൽ 6 പോയിന്റ്. രണ്ടാം സ്ഥാനത്ത് സ്കോട്ട്ലാൻഡാണ് 3 മത്സരങ്ങൾ 5 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് നമീബിയാണ് 3 മത്സരം 2 പോയിന്റ്. നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ് 2 മത്സരം 1 പോയിന്റ്. 5-ാം സ്ഥാനത്താണ് ഒമാൻ ഏതാണ്ട് പുറത്തായിട്ടുണ്ട്. കളിച്ച 3 മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. സോ ഗ്രൂപ്പ് ബിയിലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ സൂപ്പർ 8 ഉറപ്പിച്ചിട്ടുണ്ട്. കളിച്ച 3 മത്സരങ്ങളിൽ 3-ലും വിജയിച്ച ഓസ്ട്രേലിയ മിച്ചൽ മാർഷിൻ്റെ സംഘം സൂപ്പർ 8 100% തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. സോ അവശേഷിക്കുന്ന ഒരു പൊസിഷന് വേണ്ടി സ്കോട്ട്ലാൻഡും നമീബിയയും ഇംഗ്ലണ്ടുമാണ് നിലവിൽ പോരാടുന്നത്. അതിൽ സ്കോട്ട്ലാൻഡ് നിലവിൽ 2-ാം സ്ഥാനത്തുള്ള സ്കോട്ട്ലാൻഡിന് 3 മത്സരങ്ങളിൽ 2-ലും വിജയിച്ചപ്പോൾ ഒരു മത്സരം നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മത്സരത്തിൽ കിട്ടിയ ഒരു പോയിന്റ് കൂടെ ചേർത്ത് പോസിറ്റീവ് 2.1 റൺ റേറ്റ് ഉള്ള സ്കോട്ട്ലാൻഡിന് നിലവിൽ 5 പോയിൻ്റാണ് ഉള്ളത്. 3-ാം സ്ഥാനത്തുള്ള നമീബിയയ്ക്ക് 2-ഉം 4-ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടിന് 1 പോയിൻറ്റുമുണ്ട്. സോ ഇനി ഈ ഒരു ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരെ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നത് ഒരു ക്ലാഷാണ്. ഓസ്ട്രേലിയ വേഴ്സസ് സ്കോട്ട്ലാൻഡ് പോരാട്ടം തന്നെയാണ്. ഇരു ടീമുകളുടെയും ലീഗിലെ അവസാന പോരാട്ടം. സ്കോട്ട്ലാൻഡിനെ സംബന്ധിച്ച് ആ മത്സരം വിജയിച്ചാൽ സൂപ്പർ 8 ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്യാം. എന്നാൽ മറിച്ചാണ് വിധിയെങ്കിൽ അവർക്ക് കാത്തിരിക്കേണ്ടി വരും. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ അവശേഷിക്കുന്ന 2 മത്സരങ്ങൾ നമീബിയക്കെതിരെയും ഒമാനെതിരെയും മികച്ച നെറ്റ് റൺ റേറ്റോടുകൂടി അവർ വിജയിച്ച് കയറുക. ഒപ്പം സ്കോട്ട്ലാൻഡ് അവസാന ലീഗ് മത്സരത്തിൽ ഓസ്ട്രേലിയയോട് കൂടി പരാജയപ്പെടുക. സോ അങ്ങനെയാണെങ്കിൽ നെറ്റ് റൺ റേറ്റ് മികച്ചതാണെങ്കിൽ ഇംഗ്ലണ്ടിന് ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരായി സൂപ്പർ 8 ഉറപ്പിക്കാം. മറിച്ചാണ് വിധിയെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് ഇത്തവണ കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലേതെന്നപോലെ ലീഗ് സ്റ്റേജിൽ നിന്ന് തന്നെ മടക്ക ടിക്കറ്റ് ഉറപ്പാക്കാം. സോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവശേഷിക്കുന്ന 2 നമീബിയക്കെതിരെയും ഒമാനെതിരെയും മികച്ച നെറ്റ് റൺ റേറ്റിൽ നിലവിൽ ഇംഗ്ലണ്ടിൻ്റെ നെറ്റ് റൺ റേറ്റ് -1.8 ആണ്. 2-ാം സ്ഥാനത്തുള്ള സ്കോട്ട്ലാൻഡിന് പോസിറ്റീവ് 2.1. സോ അടുത്ത 2 മത്സരങ്ങൾ വൻ മാർജിനിൽ വിജയിക്കുക. ഒപ്പം സ്കോട്ട്ലാൻഡ് അവസാന ലീഗ് മത്സരത്തിൽ ഓസ്ട്രേലിയയോട് കൂടി പരാജയപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ജോസ് ബട്ട്ലറുടെ സംഘത്തിന് സൂപ്പർ 8 ഗ്രൂപ്പ് ബിയിലെ 2-ാം സ്ഥാനക്കാരായി സൂപ്പർ 8 ഉറപ്പിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.